നമ്മുടെ ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോകുന്നു. അവളുടെ കാമുകൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനോട് ഒരു ദയും ദർശനം ഇല്ലാണ്ട് നിൻ്റെത് ഭയങ്കര ബോറിംഗ് ക്യാരക്ടറാണ്, എനിക്ക് നിൻ്റെ കൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്നും പറയുന്നു. ഹീറോയിൻ ആണെങ്കിൽ സങ്കടം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിറ്റേ ദിവസം കമ്പനി പോയപ്പോൾ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഹീറോയിനോട് നിൻ്റെ ക്യാരക്ടർ ഒട്ടും ഇമ്പ്രസീവ് അല്ല, നീ ഒട്ടും ആക്റ്റീവ് അല്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാണ്. ഹീറോയിൻ നോക്കുമ്പോൾ ആ കമ്പനിയിൽ സ്മാർട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ കാണുന്നു. തനിക്ക് പകരം എടുത്ത പുതിയ സ്റ്റാഫാണെന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ കാമുകനും പോയി ഉള്ള ജോബും പോയി മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്നു. ഹീറോയിൻ ആ നാട് വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ കുറേ ദൂരെയുള്ള ഒരു ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവളുടെ ആ തണുത്ത സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവൾ അടിച്ചു പൊളിച്ച് അവിടെ ജീവിക്കുമ്പോൾ ആ ദ്വീപിലേക്ക് വന്ന ഒരു പയ്യനെ ഹീറോയിന് ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നും ഹീറോയിൻ ഒരു തണുപ്പൻ സ്വഭാവമുള്ള ആളാണെന്നും ഞാനിപ്പോൾ ഒരു വ്യാജ വ്യക്തിത്വത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സത്യം അവനോട് പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ അവളെ പറ്റി പറയുന്നതിന് മുമ്പേ ഈ പയ്യൻ തന്നെ ഹീറോയിനിലേക്ക് അടുപ്പിച്ചത് അവളുടെ ഈ ചുറുചുറുക്കാണെന്ന് പറയുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫേക്ക് ലൈഫ് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനോടൊരു ഗുഡ് ബൈ പോലും പറയാണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.